ഞാനപ്പോൾ കുറച്ച് ഇരുമ്പ് പാത്രങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ കാണിക്കണത്. അപ്പോൾ പലരും ഇരുമ്പ് പാത്രങ്ങളൊക്കെ മേടിച്ചിട്ട് ഉപയോഗിക്കാതെ തുരുമ്പിടിച്ച് കിടക്കും. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ ഞാനൊരു 3 കൊല്ലമായി വാങ്ങിച്ചതാണ്, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഈ പാത്രം ഇതിൻ്റെ ഒപ്പം തന്നെ മേടിച്ചതാണ്. ഇതിപ്പോൾ മീൻ പൊരിച്ചിട്ട് വെളിച്ചെണ്ണ അങ്ങനെ തന്നെ വെച്ചേക്കണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ തുരുമ്പ് പിടിക്കാതെ ഇരുമ്പ് പാത്രം എങ്ങനെ ഉപയോഗിക്കണേ എന്നുള്ള വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ഒരു 7 കൊല്ലമായ പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് ഉപയോഗിക്കണില്ല. ഇതും ഈ മറ്റേ ചെറിയ പാത്രത്തിൻ്റെ ഒപ്പം മേടിച്ചാണ്, 3 കൊല്ലമായതാണ്. അപ്പോൾ ഇതാദ്യം ഉപയോഗിക്കാത്ത കാരണം ചെറുതായിട്ട് തുരുമ്പ് പിടിച്ചു തുടങ്ങി. അപ്പോൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഞാൻ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് പാത്രം വാങ്ങിക്കുമ്പോൾ തന്നെ ഞാനൊരു സ്പോഞ്ച് പോലെ ഇതൊക്കെ ഇട്ട് സോപ്പൊക്കെ ഇട്ട് തേച്ച് വയ്ക്കിട്ട് നല്ലോണം ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയാണ് വയ്ക്കുന്നത്. ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് ആദ്യം അതൊക്കെ ഒന്ന് കളയും. അപ്പോൾ ഇരുമ്പിൻ്റെ കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനിപ്പോൾ തുരുമ്പ് പിടിച്ച പാത്രം എങ്ങനെ കഴുകണമെന്ന് വെച്ചാൽ സ്ക്രബ്ബർ വെച്ച് തേക്കൂല കേട്ടോ. അപ്പോൾ ഇരുമ്പ് വീണ്ടും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും അതിൻ്റെ തുരുമ്പ്. അപ്പോൾ ഇതേപോലത്തെ സ്പോഞ്ച് വെച്ചിട്ട് നമ്മുടെ വിം ലിക്വിഡ് വെച്ചിട്ട് നന്നായിട്ട് ഞാൻ തേച്ച് കഴുകും. തേച്ച് കഴുകിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കിയെടുത്ത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് കളയും കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഇരുന്നാലാണ് ഇത് കൂടുതൽ തുരുമ്പ് പിടിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നാളൊന്നും ഉപയോഗിച്ച് ഇല്ല, അതാണ് ഇപ്പോൾ അങ്ങനെ വന്നത്. നമ്മൾ സ്ക്രബ്ബറൊക്കെ സ്ക്രബ്ബർ വെച്ച് നമ്മൾ തേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുരുമ്പ് വീണ്ടും ഇളകിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഉപയോഗിച്ച പാത്രം ഉപയോഗിക്കാത്ത പാത്രമൊക്കെ ഒന്ന് കഴുകി കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇരുമ്പ് പാത്രം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൻ്റെ ആവശ്യമില്ല. ഉപയോഗിക്കും തോറും നല്ല സ്മൂത്തായിട്ട് വരും. അപ്പോൾ നമുക്ക് പാത്രമൊന്നും ഒരിക്കലും തുരുമ്പ് പിടിച്ച് പോകില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ട്രിക്കാണ് ഞാൻ കാണിക്കുന്നത്. പലരും പല ഐഡിയക്കാണ് ചെയ്യണത്. അപ്പോൾ എളുപ്പത്തിൽ ഞാൻ ഈ ഐഡിയ ആണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ പാത്രത്തിൻ്റെ പുറമൊക്കെ ഞാൻ സ്ക്രബ്ബർ വെച്ചാണ് കേട്ടോ തേച്ച് കളയണത്. സ്പോഞ്ച് വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്താവില്ല. അപ്പോൾ അടിഭാഗം സ്ക്രബ്ബർ വെച്ച് തേച്ച് കഴുകി കളഞ്ഞതാണ്. അപ്പോൾ ഈ പാനാണ് ഞാൻ ആദ്യമായിട്ട് ഒരെണ്ണം വാങ്ങിച്ചത്. അപ്പോൾ ഇതിലെപ്പോഴും അപ്പമൊക്കെ ചുട്ട് നല്ല സ്മൂത്തായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. പിന്നീട് ബാക്കി ഇരുമ്പിൻ്റെ പാത്രങ്ങൾ വാങ്ങിച്ചപ്പോൾ ഇതിൻ്റെ ഉപയോഗം കുറഞ്ഞ്. അപ്പോൾ അത് പതിയെ ഇരുന്ന് തുരുമ്പ് പിടിച്ചു തുടങ്ങിയിട്ട്, എന്നാലും 7 കൊല്ലമായ പാത്രമാണ്, വലിയ തുരുമ്പ് പിടിച്ചിട്ടില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഉപയോഗിക്കും കേട്ടോ ഇത്. ഇത് സ്ഥിരം ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാൻ മീനൊക്കെ വറുക്കണത് ഇതിലാണ്. അപ്പോൾ മീനൊക്കെ വറുത്ത് കഴിയുമ്പോൾ അപ്പം തന്നെ കഴുകിക്കൂല കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരുമ്പ് പാത്രത്തിൽ എപ്പോഴും ഓയിലിൻ്റെ ഒരു അംശം ഉണ്ടായിരിക്കണം, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. എപ്പോഴും നല്ല വെളിച്ചെണ്ണ മായമൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഞാനിത് മീൻ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വയ്ക്കും. പിറ്റേന്ന് ഉപയോഗിക്കാൻ നേരത്താണ് കഴുകി വയ്ക്കുള്ളൂ. അപ്പോൾ മീൻ പൊരിച്ച വെളിച്ചെണ്ണയൊക്കെ ഒരു ദിവസത്തിൽ കൂടുതൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കും കേട്ടോ. ഇതിപ്പോൾ തലേന്ന് മീൻ പൊരിച്ചാണ്. അപ്പോൾ പിറ്റേന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ആ പാത്രം ഞാൻ കഴുകുള്ളൂ. അപ്പോൾ ആ പാത്രത്തിൽ വെളിച്ചെണ്ണയുടെ അംശം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചും കൂടി വറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ ഇരുമ്പ് പാത്രം ഉപയോഗിക്കാത്ത പാത്രം ഇതേപോലെ എടുത്തിട്ട് കഴുകി ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് നമ്മളതിൽ വെളിച്ചെണ്ണ വറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ പാനൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പറ്റി കഴിഞ്ഞപ്പോൾ ചട്ടി നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. നേരത്തെ കണ്ട ആ തുരുമ്പിൻ്റെ ഇതെല്ലാം മാറി നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിനി വേറെ എന്തെങ്കിലും ചൂടാൻ നേരത്ത് ഇത് കഴുകി കളഞ്ഞുകൊണ്ടാണ് പിന്നെ നമ്മൾ അപ്പം എന്തെങ്കിലും ചൂടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ചെറിയ ചട്ടി ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തേക്കാണ്.
അപ്പോൾ മീനൊക്കെ ഞാൻ ഇതേപോലെ ബ്രഷും കൊണ്ട് പുരട്ടി കൊടുത്തിട്ട് ഒന്ന് പൊള്ളിച്ചെടുക്കും പോലെയാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഇരുമ്പ് ചട്ടി നല്ല ഉപകാരമാണ്. അപ്പോൾ അടുത്ത പാനും ഇതേപോലെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് മൊത്തം ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. നമ്മൾ വേറെ തുണി വെച്ച് തുടച്ചത് കൊണ്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊന്നും പോകില്ല കേട്ടോ. ഇതേപോലെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി വെള്ളമൊക്കെ വറ്റിച്ച് കളയണം. അപ്പോൾ മറ്റേ പാനും ഞാൻ ഇതേപോലെ കടുക് വറുക്കാൻ വേണ്ടി എടുത്താണ്. അത് രാവിലെ ഉപയോഗിച്ചാൽ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകണുള്ളൂ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ഏറ്റവും നല്ലത് ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ. വേഗം സ്യൂട്ടാണത് ഇരുമ്പിൻ്റെ പാത്രമാണ്. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിൽ ഇരുമ്പിൻ്റെ പാത്രമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കടുക് വറുക്കാനും പഴംപൊരി അങ്ങനെയുള്ള സ്നാക്സൊക്കെ വറുക്കാനും ഈ ചട്ടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഇൻഡക്ഷൻ കുക്കറിൽ വയ്ക്കുന്നത്. പിന്നെ ഗോതമ്പ് ദോശ അതൊക്കെ ഇതിൽ ചുട്ടെടുക്കാറുണ്ട്. പിന്നെ വെള്ളയപ്പം ഇതെല്ലാം ഇതിൽ ചുട്ടെടുക്കാറുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് എല്ലാം വിട്ടുപോരും, ഒന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. നോൺ സ്റ്റിക്കിനേക്കാളും അടിപൊളി പാത്രമാണിത്. ഉപയോഗിക്കും തോറും കോട്ടിങ് വന്നുകൊണ്ടിരിക്കും, നല്ല കറുപ്പ് നിറാവുകയും ചെയ്യും. അപ്പോൾ ഈ പാത്രം കഴുകി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിച്ച് നല്ല ചൂടാക്കി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ പറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ പറ്റി വെച്ചിട്ട് എപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ കോട്ടിങ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇരുമ്പിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്ത് കഴുകിയിട്ട് വെളിച്ചെണ്ണയൊക്കെ പറ്റി വെച്ച് കൊടുക്കുക. കുറേ നാൾ നിൽക്കും, വേറെ ഒന്നും ചെയ്യണ്ട. നല്ല എളുപ്പത്തിലുള്ള ട്രിക്കാണ്. ഇപ്പോൾ ട്രിക്ക് അറിയാൻ പാടില്ലാത്തവർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ കഴുകി വെക്കരുത്, അതങ്ങനെ തന്നെ വച്ചേക്കണം. പിറ്റേന്ന് ഉപയോഗിക്കാൻ നേരത്ത് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ അപ്പമൊക്കെ ചുട്ടായിരുന്നു, അതിൻ്റെ ആ ഒരു അടി പിടിച്ചതാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചുരണ്ടി കളഞ്ഞ് കഴിഞ്ഞാൽ അത് വയ്ക്കുള്ളൂ. മുട്ടയൊക്കെ പൊരിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇരുമ്പ് പാത്രമൊക്കെ ഞെരുപ്പുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി ഇതേപോലെ ചൂടാക്കി വെളിച്ചെണ്ണയൊക്കെ വെട്ടി വെച്ച് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യത്തിന് ഉപയോഗിക്കുക. ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ ഇരുമ്പ് പാത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എനിക്കറിയാവുന്ന ട്രിക്കൊക്കെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇരുമ്പ് പാത്രങ്ങൾ. അപ്പോൾ ഉപയോഗിച്ച പാത്രം നന്നായിട്ട് കറുത്തിരിപ്പുണ്ട്, ഉപയോഗിക്കാത്ത പാത്രത്തിന് കറുപ്പ് കുറവാണ് കേട്ടോ. അപ്പോൾ ഉപയോഗിക്കുന്നൊരു കറുപ്പ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇരുമ്പ് പാത്രത്തിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തോരന് ഒലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് അപ്പം തന്നെ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റണം. അതിൽ തന്നെ വച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറുപ്പ് നിറം വരും. പിന്നെ പുളിയുള്ളതൊന്നും ഇരുമ്പ് പാത്രത്തിൽ വയ്ക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അതിൻ്റെ തുരുമ്പ് ഇങ്ങനെ ഇളകും. അപ്പോൾ ഞാൻ ഇരുമ്പ് പാത്രത്തിൽ ഗോതമ്പ് ദോശ, സാദാ ദോശ, വെള്ളയപ്പം, പിന്നെ എന്തെങ്കിലുമൊക്കെ വറുക്കാനുണ്ടെങ്കിൽ അത്, പിന്നെ തേങ്ങയൊക്കെ വറുക്കണത് ഇരുമ്പ് പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് സ്യൂട്ടാവുന്നത് ഇരുമ്പ് പാത്രമാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിനേക്കാളും ഏറ്റവും നല്ല അടിപൊളി പാത്രം ഇരുമ്പ് പാത്രമാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കും തോറും അതിൻ്റെ കോട്ടിങ് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും.